തിരുവനന്തപുരം സെൻട്രലിലെ പോരാട്ടം ഇത്തവണ വെറും പ്രസംഗങ്ങളിൽ ഒതുങ്ങുന്നില്ല. പ്രചാരണം കളി മൈതാനത്തേക്കും ചുവടുമാറ്റുകയാണ്. വെള്ളിത്തിരയിൽ വോളിബോൾ താരമായി തിളങ്ങിയിട്ടുള്ള LDF സ്ഥാനാർത്ഥി സുധീർ കരമന കഴിഞ്ഞ ദിവസം കയ്യിലെടുത്തത് ബാസ്കറ്റ്ബോളാണ്. വോട്ട് തേടിയുള്ള ഓട്ടത്തിനിടയിൽ യൂണിവേഴ്സിറ്റി കോളേജ് ഗ്രൗണ്ടിൽ യുവാക്കൾക്കൊപ്പം ഒരു കൈ നോക്കാനിറങ്ങിയ സുധീർ കരമനയുടെ വിശേഷങ്ങളിലേക്ക്. പതിവ് പ്രചാരണ രീതികളിൽ നിന്നൊരു മാറ്റമായിരുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മണ്ഡലത്തിൽ കണ്ടത്. DYFI തിരുവനന്തപുരം മണ്ഡലം കമ്മിറ്റി യൂണിവേഴ്സിറ്റി കോളേജിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് സുധീർ കരമന ഗ്രൗണ്ടിലെത്തിയത്. വോട്ടിംഗ് മെഷീനിലെ തന്റെ ക്രമനമ്പറായ 10 ഓർമ്മപ്പെടുത്തിയുള്ള ജേഴ്സിയുമായി സുധീർ കളത്തിലിറങ്ങിയതോടെ കുട്ടികൾ ആദ്യമൊന്നു പതറി. പ്രതിരോധ നിരയെ വകഞ്ഞുമാറ്റി ട്രിബിളിങ്ങുമായി സ്ഥാനാർത്ഥിയുടെ പന്ത് നേരെ ബാസ്ക്കറ്റിലേക്ക്. നമ്പർ 10 എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നല്ലേ, മെസ്സിയുടെ നമ്പറാണ്, ടെണ്ടുൽക്കറിൻ്റെ നമ്പറാണ്, മാരഡോണയുടെ നമ്പറാണ്. അങ്ങനെ നമുക്ക് വളരെ രസകരമായൊരു നമ്പറാണ് ബാലറ്റ് പേപ്പറിൽ നമ്മളുടെ ഈ പറഞ്ഞ ഇലക്ഷന് എനിക്ക് കിട്ടിയിരിക്കുന്ന 10ാമതാണ് നമ്പർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കളിയിടങ്ങളാകാം നമ്മുടെ ലഹരി എന്നുള്ള DYFIയുടെ ഈ ഒരു ദിവസം. മുൻ ബാസ്കറ്റ്ബോൾ താരം കൂടിയായ തനിക്ക് കോർട്ടിലെ കളികൾ വശമുണ്ടെങ്കിലും രാഷ്ട്രീയത്തിലെ കളികൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ എന്ന് സുധീർ കരമന. എനിക്ക് ഡേറ്റി ഗെയിംസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യമേ ഡീൽ എന്ന വാക്കുകളൊക്കെ ആര് പറഞ്ഞു എന്ന് ഞാൻ പറയണില്ല. അവർ മനഃപൂർവ്വം ഡീൽ കളിക്കുകയാണോ എന്നൊരു സംശയം എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളെ ദേശീയ ഭരണം ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണോ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതല്ലാതെ അങ്ങനെ അവർ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, ഞാനൊന്നും പറയുന്നില്ല. ഞാനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷത്തിൻ്റെ. ഞാനങ്ങനെ പറയുന്നത് ശരിയല്ല, ഞാനൊന്നും അങ്ങനെ പറയുന്നില്ല. എനിവേ, ഞാൻ വളരെ സന്തോഷത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. വിജയം ഉറപ്പാണ്. ഭൂരിപക്ഷം കൂട്ടണം. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിനൊപ്പം യുവജനങ്ങളുടെ വോട്ടും ലക്ഷ്യമിട്ടുള്ള സുധീർ കരമനയുടെ ഈ സ്പോർട്സ് ക്യാമ്പയിൻ ഇടതു ക്യാമ്പിലും വലിയ ആവേശമാണ് പകരുന്നത്. തിരുവനന്തപുരത്ത് പ്രചരണ ചൂട് വളരെ ആവേശത്തിലാണ്. ബാസ്കറ്റ്ബോൾ കോർട്ടിലെ ഈ വിജയച്ചിരി മെയ് 4 സുധീർ കരമനയുടെ മുഖത്ത് ഉണ്ടാകുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. ക്യാമറാമാൻ മഞ്ജുഷനൊപ്പം അനിരു അശോകൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.